നമസ്തേ. UGC നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73. ഈ ഒരു ക്ലാസ്സിൽ ധർമ്മശാസ്ത്രത്തിൽ നിന്ന് കുറച്ച് ഭാഗം നോക്കാം. ധർമ്മഭേദാഃ. മാനവീയ ആചരണദൃഷ്ട്യാ വ്യവഹാരദൃഷ്ട്യാ വാ വൈദികകാലാത് പ്രാരഭ്യ ഇദാനീം യാവത് ധർമ്മസ്യ ബഹുധാ ഭേദഃ ദേശകാലാനുസാരേണ ബഹുഭിഃ പ്രദർശിതഃ. മത്സ്യപുരാണസ്യ ദാരാഗ്നിഹോത്രസംബന്ധമിജ്യാ ശ്രൗതസ്യ ലക്ഷണം സ്മാർത്തോ വർണ്ണാശ്രമാചാരോ യമൈശ്ച നിയമൈർയുതഃ ഇത്യുക്ത്യാധാരേണ അഗ്ന്യാധാനാദിപൂർവകോധീതപ്രത്യക്ഷവേദമൂലോ ദർശപൗർണമാസാദിഃ ശ്രൗതഃ അനുമിതപരോക്ഷശാഖാമൂലഃ ശൗചാചമനാദിഃ സ്മാർത്തഃ ഇതി പരാശരമാധവീയമതാനുസാരേണ ച പ്രഥമതഃ ധർമ്മസ്യ ശ്രൗതസ്മാർത്തത്വേന ഭേദദ്വയമവലോക്യത്തെ. ആദ്യമായിട്ട് ധർമ്മത്തെ ശ്രൗതം സ്മാർത്തം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം എന്ന് പറയുന്നു. അത്ര ശ്രൗതധർമ്മോപി ഇഷ്ടി പശുയാഗ സോമയാഗത്വേന ത്രിധാ കൽപ്യത്തെ. ശ്രൗതധർമ്മത്തെ മൂന്നായിട്ട് തിരിക്കുന്നു: ഇഷ്ടി, പശുയാഗം, സോമയാഗം. കേചന ധർമ്മഃ വേദസ്മൃതിശിഷ്ടാഗമപ്രതിപാദ്യരൂപേണ ത്രിധാ ഭവതീതി വർണ്ണയന്തി. ചിലർ പറയുന്നു വേദസ്മൃതിശിഷ്ടാഗമപ്രതിപാദ്യരൂപേണ ത്രിധാ ഭവതീതി വർണ്ണയന്തി. യഥാ ഉപദിഷ്ടോ ധർമ്മഃ പ്രതിവേദം സ്മാർത്തോ ദ്വിതീയഃ തൃതീയഃ ശിഷ്ടാഗമഃ ഇതി ബൗധായനധർമ്മസൂത്രേ. ബൗധായനധർമ്മസൂത്രത്തിലാണ് ഇങ്ങനെ പറയുന്നത്: വേദം, സ്മൃതി, സ്മാർത്തം, ശിഷ്ടാഗമം എന്നിങ്ങനെ. വേദോക്തഃ പരമോ ധർമ്മഃ സ്മൃതിശാസ്ത്രഗതോ പരഃ ശിഷ്ടാചീർണഃ പരഃ പ്രോക്തസ്ത്രയോ ധർമ്മാഃ സനാതനാ ഇതി. മഹാഭാരതസ്യ അനുശാസനപർവണി. ധർമ്മസ്യ ഷോഡാ ഭേദഃ സർവപ്രസിദ്ധോസ്തി. ധർമ്മത്തിന് 6 ഭേദങ്ങളുണ്ട് എന്നുള്ളത് പ്രസിദ്ധമാണ്. എന്തൊക്കെയാണ്? യഥാ വർണ്ണധർമ്മഃ, ആശ്രമധർമ്മഃ, വർണ്ണാശ്രമധർമ്മഃ, ഗുണധർമ്മഃ, നിമിത്തധർമ്മഃ, സാധാരണധർമ്മശ്ചേതി. അപ്പം ധർമ്മത്തിന് എത്ര ഭേദങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ആദ്യം രണ്ടായിട്ട് തിരിച്ചു: ശ്രൗതം, സ്മാർത്തം എന്നിങ്ങനെ. അതിനുശേഷം പറഞ്ഞു ശ്രൗതം, സ്മാർത്തം, ശിഷ്ടാഗമഃ എന്നിങ്ങനെ 3 ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ 6 ആയിട്ടാണ് പറയുന്നത്: വർണ്ണധർമ്മഃ, ആശ്രമധർമ്മഃ, വർണ്ണാശ്രമധർമ്മഃ, ഗുണധർമ്മഃ, നിമിത്തധർമ്മഃ, സാധാരണധർമ്മശ്ചേതി. വർണ്ണധർമ്മഃ, ആശ്രമധർമ്മഃ, വർണ്ണാശ്രമധർമ്മഃ, ഗുണധർമ്മഃ, നിമിത്തധർമ്മഃ, സാധാരണധർമ്മഃ എന്നിങ്ങനെ. ഏതേ സ്മാർത്തധർമ്മത്വേന വിജ്ഞാനേശ്വരമഹോദയൈഃ യാജ്ഞവൽക്യസ്മൃതേഃ മിതാക്ഷരടീകായാം പ്രതിപാദിതഃ. ഇവയെ സ്മാർത്തധർമ്മങ്ങൾ എന്നാണ് വിജ്ഞാനേശ്വരൻ എന്ന ആചാര്യൻ യാജ്ഞവൽക്യസ്മൃതിയുടെ മിതാക്ഷര ടീകയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ യാജ്ഞവൽക്യസ്മൃതിയുടെ മിതാക്ഷര എന്ന് പറയുന്ന ടീക എഴുതിയതാരാണ്? വിജ്ഞാനേശ്വരനാണ്. അദ്ദേഹം ഈ പറഞ്ഞ 6 ധർമ്മങ്ങളെ സ്മാർത്തധർമ്മങ്ങളായിട്ട് പറയുന്നു. ഹേമാദ്രിഭട്ടഃ ചതുർവർഗചിന്താമണൗ ഏതേഷാം വർണ്ണനം കൃത്വാ ലിഖതി. ഹേമാദ്രിഭട്ടൻ്റെ ചതുർവർഗചിന്താമണിയിൽ ഇവയെ വർണ്ണിച്ചുകൊണ്ടിങ്ങനെ പറയുന്നു. അപ്പോൾ ഹേമാദ്രിഭട്ടൻ്റെ ഗ്രന്ഥമാണ് ചതുർവർഗ ചിന്താമണി. എന്താണ് അദ്ദേഹം പറയുന്നത്? വർണ്ണധർമ്മഃ സ്മൃതസ്ത്വേക ആശ്രമാണാം അതഃ പരം വർണ്ണാശ്രമസ്തൃതീയസ്തു ഗൗണോ നൈമിത്തികസ്തഥാ വർണ്ണത്വമേകമാശ്രിത്യ യോ ധർമ്മഃ സംപ്രവർത്തതേ
വർണ്ണധർമ്മ സ ഉക്തസ്തു യഥോയനയനം നൃപ ആശ്രമഞ്ച സമാശ്രിത്യ യോ ധർമ്മ സംപ്രവർത്തത്തെ സഖൽവാശ്രമധർമ്മസ്തു ഭിക്ഷാദണ്ഡാദികോ യഥാ വർണ്ണത്വമാശ്രമത്വഞ്ച യോധികൃത്യ പ്രവർത്തത്തെ സവർണാശ്രമധർമ്മസ്തു സ്യാന്മൗഞ്ചീ മേഖലാ തഥാ യോ ഗുണേന പ്രവർത്തത ഗുണധർമ്മ സ ഉച്യത്തെ യഥാ മൂർധാഭിഷിക്തസ്യ പ്രജാനാം പരിപാലനം നിമിത്തമേകമാശ്രിത്യ യോ ധർമ്മ സംപ്രവർത്തത്തെ നൈമിത്തിക സവിജ്ഞേയ പ്രായശ്ചിത്ത വിധരയഥ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ധർമ്മത്തിന് 6 ഭേദങ്ങളുണ്ട്. ഈ 6 ഭേദങ്ങളെ സ്മാർത്ത ധർമ്മങ്ങളായിട്ട് വിജ്ഞാനേശ്വരൻ തൻ്റെ മിതാക്ഷര ടീകയിൽ, യാജ്ഞവൽക്യ സ്മൃതിയുടെ മിതാക്ഷര ടീകയിൽ പറയുന്നുണ്ട്. ഹേമാദ്രി ഭട്ടൻ തൻ്റെ ചതുർവർഗ ചിന്താമണിയിൽ അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ആദ്യത്തെ ധർമ്മം എന്താണ്? വർണ്ണധർമ്മം. ഇവിടെ ഹേമാദ്രി ഭട്ടൻ പറയുന്നത് വർണ്ണധർമ്മ സ്മൃതസ്ത്വേക ആശ്രമാണാമതഃ പരം എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ വർണ്ണത്വമേകമാശ്രിതം വർണ്ണധർമ്മ എന്താണ് നോക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണ ഗീതായാം ഉക്തവാൻ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ ഇതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണു ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന്. അർത്ഥാത് സമഗ്രേസ്മിൻ സംസാരേ മനുഷ്യജാതി ചതുർഷു വർണ്ണേഷു വിഭക്താസ്തി. അപ്പോൾ ഈ ഒരു സംസാരത്തിൽ മനുഷ്യനെ മൊത്തത്തിൽ 4 വർണ്ണങ്ങളായിട്ട് തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. തേഷാം ധർമ്മ വർണ്ണധർമ്മ. ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഈ 4 വർണ്ണങ്ങളുടെ ധർമ്മം എന്താണോ അതിനെയാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത്. യഥാ ബ്രാഹ്മണസ്യ ഷഡ്കർമാണി മനുനാ പ്രോക്താനി. ബ്രാഹ്മണൻ്റെ 6 കർമ്മങ്ങളെ മനു പറയുന്നു. അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹശ്ചേതി. അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം ഇതാണ് ബ്രാഹ്മണൻ്റെ ധർമ്മങ്ങൾ. അധ്യയനം, യജനം, ദാനം ചേതി 3 ധർമാർത്ഥം. അധ്യാപനം, യാചനം, പ്രതിഗ്രഹശ്ചേതി ജീവികാർത്ഥം. അപ്പം ഇതിൽ അധ്യയനം പഠിപ്പിക്കുക, യജനം യാഗം ചെയ്യുക, ദാനം ചെയ്യുക, ഇത് 3 ധർമ്മത്തിന് വേണ്ടി ചെയ്യണതാണ്. അധ്യാപനം പഠിപ്പിക്കുക, യാചനം യാഗം കഴിപ്പിക്കുക, പ്രതിഗ്രഹം ദക്ഷിണ സ്വീകരിക്കുക, ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടും ഉള്ളതാണ്. ക്ഷത്രിയ വൈശ്യയോരപി ധർമാർത്ഥം അധ്യയനം യജനം ദാനം ച കൽപ്പിതാനി. ക്ഷത്രിയനും വൈശ്യനും അതുപോലെ അവർക്കും ധർമ്മത്തിന് വേണ്ടി പഠനം, യാഗം ചെയ്യൽ, ദാനം ഇതൊക്കെ ഉണ്ട്. അതുപോലെ ജീവികാർത്ഥം ജീവിക്കാൻ വേണ്ടി യുദ്ധാദി കർമാണി യുദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്ഷത്രിയസ്യ കർത്തവ്യേ രാജധർമ്മപ്രസംഗേ ആലോചയിഷ്യേതി. ക്ഷത്രിയന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടാത്തത് എന്നുള്ളതൊക്കെ രാജധർമ്മം പറയുന്നിടത്ത് ആലോചിക്കുന്നുണ്ട്. മനുസ്മൃതിയിൽ പറയുന്നു പ്രജാനാം രക്ഷണം ദാനമിജ്യാധ്യയനമേവ ച വിഷയേഷ്വപ്രസക്തിശ്ച ക്ഷത്രിയസ്യ സമാസതഃ എന്ന് മനുസ്മൃതിയിൽ പറയുന്നു. വൈശ്യസ്യ കൃതേപി ധർമാർത്ഥമധ്യയനം യജനം ദാനഞ്ച പ്രോക്തം ജീവികാർത്ഥം തു. വൈശ്യന് ധർമ്മത്തിന് വേണ്ടി അധ്യയനമുണ്ട്, യജനമുണ്ട്, ദാനമുണ്ട്. ജീവിക്കാൻ വേണ്ടി കൃഷി, ഗോരക്ഷ, വാണിജ്യം തുടങ്ങിയവയാണ് പറയുന്നത്. ശൂദ്രസ്യ ബ്രാഹ്മണാദിപൂർവോക്താനം ത്രയാണാം വർണ്ണാനം സേവൈവ പരമോ ധർമ്മഃ സാ ച ജീവിക ഇതി നിർദ്ദിശ്യത്തെ. ശൂദ്രന് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള അതാണ് പരമമായിട്ടുള്ള ധർമ്മമായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ധർമ്മം ചെയ്യുന്നതിലൂടെ തന്നെ അവരുടെ ജീവിതവും സുരക്ഷിതമായിട്ട് തീരുന്നു. ആപത്കാലേ വിപ്രഹ ജീവനധാരണാർത്ഥം ശൂദ്രവൃത്തിം വിഹായ അപരേഷാം വൃത്തിമാഹർത്തും ശക്നുയാത്. ആപത്ത് കാലത്ത് ബ്രാഹ്മണന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ
ബ്രാഹ്മണൻ്റെ ധർമ്മം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ശൂദ്രൻ്റെ ധർമ്മം ഒഴികെ ബാക്കി എല്ലാവരുടെയും ധർമ്മത്തെ ആചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇവരുടെ ധർമ്മങ്ങളാണ്. ഇനി എന്താണ് ആശ്രമധർമ്മം എന്നാണ്. ആശ്രമധർമ്മ നമ്മൾ പറഞ്ഞു ധർമ്മത്തെ 6 പാർട്ടായിട്ട് തിരിക്കുന്നു. അതിൽ ആദ്യത്തെ പാർട്ടാണ് വർണ്ണധർമ്മം. രണ്ടാമത്തേത് ആശ്രമധർമ്മം. ആശ്രമധർമ്മത്തിൽ എന്താണെന്ന് നോക്കാം. ശതായുർവൈ പുരുഷ ഇതി ശ്രുതിപ്രമാണാധാരേണ പുരുഷസ്യ സമഗ്രമായുശ്ചതുർധാ വിഭജ്യ ചതുർണാമാശ്രമാണാം വ്യവസ്ഥ പരികൽപ്പിതാസ്തി. ശതായുർവൈ പുരുഷ എന്ന ശ്രുതി അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ 4ആയിട്ട് തിരിച്ചുകൊണ്ട് 4 ആശ്രമ വ്യവസ്ഥ ചെയ്തു വച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് 4 ആശ്രമങ്ങൾ? ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ഏതേഷു ആശ്രമേഷു യേ സാധാരണ നിയമാः പരികൽപ്പിതാസ്ത ഏവ ആശ്രമധർമ്മ ഇത്യുച്യന്തെ. ഉപനയന സംസ്കാരാദനന്തരം 8ാം വയസ്സി ബ്രഹ്മചര്യാശ്രമസ്യ ആരംഭോ ഭവതി. ഉപനയനത്തിന് ശേഷം 8ാമത്തെ വയസ്സിൽ ഉപനയനത്തിന് സംസ്കാരത്തിന് ശേഷം 8ാമത്തെ വയസ്സിൽ എന്താണ് ബ്രഹ്മചര്യം എന്ന ആശ്രമം തുടങ്ങുന്നു. തഥാ ജ്ഞാനാർജനാർത്ഥം ബ്രഹ്മചാരിരൂപേണ ശിശു ഗുരുകുലം ഗച്ഛതി. അതിനുശേഷം ഉപനയനത്തിന് ശേഷം ജ്ഞാനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു ബ്രഹ്മചാരിയായി ഗുരുകുലത്തിലേക്ക് പോകുന്നു. തത്ര ച സഹ നിത്യസ്നാന പിതൃതർപ്പണ ദേവാർച്ചന പ്രാണായാമ ഗായത്രീ ജപ സമിധാധാന ഭിക്ഷാടനാദി നിത്യനൈമിത്തിക കർമാണി സമ്പാദയതി. അവിടെ നിന്നുമാണ് നിത്യകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുന്നത്. അതുപോലെ നൈമിത്തിക കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഈ കുട്ടി പഠിക്കുന്നത്. എന്താണ് കുളി തുടങ്ങിയിട്ടുള്ള സന്ധ്യാവന്ദനം, അതുപോലെ ഉപനയനം ചെയ്തിരിക്കുമ്പോൾ ചമതയിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കുന്നു. തൈലാദിലേപന, കജ്ജളധാരണ, വിഷയാഭിലാഷ, പരനിന്ദ, ക്രോധലോഭ, ഗീതവാദ്യമദ്യ മാംസാദികം വർജയതീച്ച. അതുപോലെ കഴിക്കാൻ പാടാത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ സുഖമായിട്ടുള്ള പല കാര്യങ്ങൾ, ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള ഇച്ഛ, അതുപോലെ അധിക നേരം കിടന്നുറങ്ങുക, അങ്ങനെയുള്ള സുഖം എന്ന് ആലസ്യത്തെ ഉണ്ടാക്കുന്ന സുഖമെന്ന് പലരും കരുതപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു തപസ് പോലെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കുട്ടി ജീവിക്കുന്നത്. ഏവം സ്വാധ്യായ പ്രവചനാഭ്യാം കൃതോപനീതോ ദ്വിജഃ ഗുരുഃ ഗൃഹേ ഉഷിത്വാ 14 വിദ്യാഃ അധീത്യ ഗുരവേ യഥാവിധി ദക്ഷിണാം പ്രദായ ഗൃഹം പ്രതി നിവൃത്തോ ഭവതി. അങ്ങനെ നമ്മൾ പറയും 14 വിദ്യകളും ഗുരുനാഥനിൽ നിന്ന് പഠിച്ച് ഗുരുവിന് ദക്ഷിണ വെച്ചതിന് ശേഷം ഗുരുകുലത്തിൽ നിന്നും കുട്ടി പോകുന്നു. ആഗമനാവസരെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, സ്വാധ്യായാന്മാ പ്രവർത്തിതവ്യം ഇത്യാദി ദീക്ഷാം പ്രാപ്നോതി. അങ്ങനെ തതഃ സ്നാതകഃ ഗൃഹസ്ഥാശ്രമേ പ്രവിശതി. അങ്ങനെ ആശ്രമത്തിന് ശേഷമാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. സഹ ഗൃഹം പ്രത്യാഗത്യ ഉത്തമഗുണയുക്താം കന്യാമസപിണ്ഡാം യവീയസീം ഉദ്വഹതി. ഗൃഹത്തിലേക്ക് വന്നിട്ട് തനിക്ക് അനുരൂപയായ ഒരു ഗുണയുക്തയായ ഒരു കന്യകയെ സ്വീകരിക്കുന്നു, പത്നിയായി സ്വീകരിക്കുന്നു. 25 വർഷാദാരഭ്യ 50 വർഷാവധി ഗൃഹസ്ഥോ ഭവതി. ഗൃഹസ്ഥാശ്രമേ പഞ്ചമഹായജ്ഞാനാം വിധിവത് അനുഷ്ഠാനം കൃത്വാ ജാതപുത്രഃ അഗ്ന്യാധാനാദികം ശ്രൗതകർമ്മ സ്ഥലീഭാഗാദികം സ്മാർത്തകർമ്മ ച കരോതി. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ, അതുപോലെ അഗ്ന്യാധാനം
എന്നിവയും സ്ഥലീഭാഗം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളെയെല്ലാം അനുഷ്ഠിക്കുന്നു. അതായത് ഈ ഒരു ഭാരതീയ ഈ വ്യവസ്ഥ, വർണ്ണാശ്രമ വ്യവസ്ഥ, ആശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ ഒരു തപസ്സായിട്ടാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്. മനു പറയുന്നു പഞ്ചമഹായജ്ഞങ്ങളെ പറ്റി. അധ്യാപനം ബ്രഹ്മയജ്ഞ പിതൃയജ്ഞസ്തു തർപ്പണം ഹോമോ ദൈവോ ബലിർഭൂതോ നൃയജ്ഞോതിഥി പൂജനം. ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദൈവയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം, ഇങ്ങനെ 5 യജ്ഞങ്ങളെപ്പറ്റി, പഞ്ചമഹായജ്ഞങ്ങളെപ്പറ്റി പറയുന്നു. അധ്യാപനം ബ്രഹ്മയജ്ഞമാണ്, തർപ്പണമാണ് പിതൃയജ്ഞം, ഹോമം ദൈവയജ്ഞം, ബലി ഭൂതയജ്ഞം, അതിഥിപൂജനം നൃയജ്ഞം. ഇങ്ങനെ പശ്ചാത് പഞ്ചാശത്തമേ വയസി ലോലിതചർമ്മ ഗളിതദന്തഃ, 50ാമത്തെ വയസ്സിൽ പലിതകേശശ്ച ഭൂത്വാ സ്വാപത്യസ്യാപത്യമുഖദർശനപൂർവകം പത്നിയാ സഹ വാ താം പുത്രേ നിവീക്ഷ്യ വനം വ്രജതി. പിന്നീട് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. തദുക്തം മനുന, മനു പറയുന്നു, ഗൃഹസ്ഥസ്തു യഥാ പശ്യേദ്വലിപലിതമാത്മനഃ അപത്യസ്യൈവ ചാപത്യം തദാരണ്യം സമാശ്രയേത്. एवं ब्रह्मचर्यं समाप्य गृही भवेत्, गृही भूत्वा वनी भवेत्, वनी भूत्वा प्रव्रजेदिति चतुर्णां वर्णानां व्यवस्था भारतीयसमाजे അവലോക്യത്തെ. തേഷാമേവ വർണ്ണാനാം ധർമ്മഃ വർണ്ണധർമ്മഃ ഇത്യുച്യത്തെ. ആദ്യം ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു, അതിനുശേഷം ഗൃഹസ്ഥനാകുന്നു, അതിനുശേഷം വാനപ്രസ്ഥം വനിയാകുന്നു, വനത്തിലേക്ക് പോകുന്നു, അതിനുശേഷം സന്യാസം എന്നിങ്ങനെ 4 ആശ്രമധർമ്മങ്ങളാണ് ഭാരതീയ സമാജത്തിൽ പറയുന്നത്. ഇനി അടുത്തത് 3ാമത്തെ ഭേദമാണ്. ധർമ്മഭേദങ്ങളിലെ 3ാമത്തെ ഭേദമാണ് വർണ്ണാശ്രമഭേദം. എന്താണത്? വർണ്ണാശ്രമധർമ്മ ഇത്യുക്തെ ആശ്രമവിശേഷേ വർണ്ണവിശേഷസ്യ കൃതേ നിർദ്ധാരിതഃ ധർമ്മഃ വർണ്ണാശ്രമധർമ്മ ഇത്യുച്യത്തെ. അതായത് ഓരോ ആശ്രമത്തിലും ഓരോ വർണ്ണത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി പറയുകയാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ. അസ്മാകം ഭാരതീയധർമ്മശാസ്ത്രാധാരേണ സർവേഷാം മാനവാനാം ജീവനകാലേ 4 ആശ്രമഃ സന്തി. എല്ലാവർക്കും 4 ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. പുനഃ 4 വർണ്ണാः കർമ്മവിഭാഗാനുസാരം പരികൽപ്പിതാः. പിന്നെ നമ്മൾ പറഞ്ഞു 4 വർണ്ണങ്ങളുണ്ട്. ബ്രാഹ്മണവർണ്ണം, ക്ഷത്രിയവർണ്ണം, വൈശ്യവർണ്ണം, ശൂദ്രവർണ്ണം. ഏവം പ്രകാരേണ വർണ്ണാശ്രമധർമ്മ ഇത്യസ്യ അഭിപ്രായോയം യത് ബ്രഹ്മചര്യാശ്രമേ ബ്രാഹ്മണധർമ്മഃ, ഗൃഹസ്ഥാശ്രമേ ബ്രാഹ്മണധർമ്മഃ, വാനപ്രസ്ഥാശ്രമേ ബ്രാഹ്മണധർമ്മഃ, സന്യാസാശ്രമേ ബ്രാഹ്മണധർമ്മഃ. അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ ധർമ്മം ഉണ്ട്, അത് ഈ 4 ആശ്രമങ്ങളിലുണ്ട്. ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന ആശ്രമത്തിലെ ഒരു ബ്രാഹ്മണൻ്റെ ധർമ്മം എന്താണ്? ഗൃഹസ്ഥനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ ധർമ്മം എന്താണ്? വാനപ്രസ്ഥാശ്രമിയായിട്ടുള്ള ബ്രാഹ്മണൻ്റെ ധർമ്മം എന്താണ്? സന്യാസിയായിട്ടുള്ള ബ്രാഹ്മണൻ്റെ ധർമ്മം എന്താണ്? അങ്ങനെയും പ്രത്യേകം പറയുന്നുണ്ട്. ഏവമേവ സർവേഷു ആശ്രമേഷു ക്ഷത്രിയാണാം വൈശ്യാനാം ശൂദ്രാണാം ധർമ്മ ഏവ വർണ്ണാശ്രമധർമ്മ ഇത്യുച്യത്തെ. അതുപോലെ ഓരോ ആശ്രമത്തിലും ഇരിക്കുന്ന ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ്, അതുപോലെ ശൂദ്രൻ്റെ ധർമ്മം എന്താണ്, വൈശ്യൻ്റെ ധർമ്മം എന്താണ്, അങ്ങനെ പ്രത്യേകം ധർമ്മങ്ങൾ പറയുന്നുണ്ട്. സാധാരണതഃ വർണ്ണാശ്രമവ്യവസ്ഥ കേവല ഹിന്ദുധർമ്മസ്യൈവ വിദ്യത്തെ. തസ്മാത് വർണ്ണാശ്രമധർമ്മ ഇത്യുക്തെ ഹിന്ദുധർമ്മ ഏവ ഗൃഹ്യത്തെ.
വർണ്ണാശ്രമധർമ്മവിഷയः മനുസ്മൃതौ യാജ്ഞവൽക്യസ്മൃതौ പുരാണാദിഷു സമ്യക് പ്രതിപാദിതോ അസ്തി. ഈ വർണ്ണാശ്രമധർമ്മത്തെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? മനുസ്മൃതിയിലുണ്ട്, യാജ്ഞവൽക്യസ്മൃതിയുണ്ട്, പുരാണാദികളിലും ഒക്കെയുണ്ട്. തദാധാരേണ ഗൃഹസ്ഥാശ്രമസ്യ അധികാരിണഃ സർവേ വർണ്ണാഃ ബ്രഹ്മചര്യാശ്രമസ്യ ബ്രാഹ്മണക്ഷത്രിയവൈശ്യാഃ വാനപ്രസ്ഥാശ്രമസ്യ ബ്രാഹ്മണക്ഷത്രിയൗ സന്യാസാശ്രമസ്യ ച ബ്രാഹ്മണാഃ ഏവ കേവലം അധികാരിണഃ ഭവന്തി. അപ്പോൾ അതനുസരിച്ച് ഗൃഹസ്ഥാശ്രമത്തിന് അധികാരികളായിട്ട് എല്ലാ വർണ്ണങ്ങളിലും പെട്ടവരും ഗൃഹസ്ഥാശ്രമത്തിന് അധികാരികളാണ്. ബ്രഹ്മചര്യാശ്രമത്തിന് അധികാരികളായിട്ടുള്ളത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമാണ്. വാനപ്രസ്ഥാശ്രമത്തിന് അധികാരികളായിട്ടുള്ളത് ബ്രാഹ്മണനും ക്ഷത്രിയനുമാണ്. സന്യാസാശ്രമത്തിന് അധികാരി ബ്രാഹ്മണനാണ്. സന്യാസാശ്രമേ ന്യൂനസംഖ്യാകാः ജനാः ആസൻ. ആശ്രമവും വളരെ ദുസ്സഹമായിട്ടുള്ള, വളരെ ദുഃഖം സഹിക്കേണ്ടതായിട്ടുള്ള ഒരു ആശ്രമമാണ് ബാഹ്യദൃഷ്ടിയിൽ സന്യാസാശ്രമം. ആശ്രമേഷു വർണ്ണാനാം കൃതേ നിർദ്ദിഷ്ടാः നിയമാः സ്മൃതിഗ്രന്ഥേഷു വിഹിതാः തദധസ്താത് പ്രസ്തൂയത്തെ. ഓരോ ആശ്രമങ്ങളിലും ഓരോ വർണ്ണങ്ങളിൽപ്പെട്ടവർ എന്ത് ചെയ്യണമെന്ന് സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അത് ഇനി പറയാൻ പോകുന്നു. ബ്രഹ്മചര്യാശ്രമേ വർണ്ണാനാം ധർമ്മഃ. ബ്രഹ്മചര്യാശ്രമः ജന്മതः പ്രാരഭ്യ 25 വർഷം യാവത് ഭവതീതി വിദുഷാം അഭിപ്രായः. ബ്രഹ്മചര്യാശ്രമം ജനിച്ച് 50 വയസ്സ് വരെയാണെന്ന് പറയപ്പെടുന്നു. അസ്മിന്നേവാശ്രമേ ഗൃഹസ്ഥാശ്രമസ്യ ശിക്ഷ ദീയത്തെ സ്മ. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ശിക്ഷ, അതായത് ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു പഠനം കൂടി ഈ ബ്രഹ്മചര്യാശ്രമത്തിലാണ് ചെയ്യുന്നത്. ആശ്രമേസ്മിൻ ജാതകർമ്മ നാമകരണ ഉപനയന സമാവർത്തന സംസ്കാരൈഃ ബ്രാഹ്മണാദീനാം ശരീരം സാംസാരിക ആധ്യാത്മിക ദൃഷ്ട്യാ പവിത്രീക്രിയത്തെ. ജാതകർമ്മം, നാമകരണം, ഉപനയനം, സമാവർത്തനം തുടങ്ങിയ സംസ്കാരങ്ങളെ കൊണ്ട് ബ്രാഹ്മണർ തുടങ്ങിയവരുടെ ശരീരത്തെ പവിത്രീകരിക്കുകയാണ് ഈയൊരു ആശ്രമത്തിൽ ചെയ്യുന്നത്. പരന്തു ഏതേഷാം വർണ്ണാനാം സംസ്കാരവിധി കാലാദയഃ ഭിന്നാഃ ഭവന്തി. പക്ഷെ ഓരോ വർണ്ണങ്ങൾക്കും എപ്പോഴാണ് ഈ സംസ്കാരങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഭിന്നങ്ങളാണ്. യഥാ നാമകരണ സംസ്കാര വിഷയെ ഉക്തമസ്തി യത്. നാമകരണ സംസ്കാരത്തിനെ പറ്റി പറയുന്നു. പേരിടൽ. മാംഗല്യം ബ്രാഹ്മണസ്യ സ്യാത് ക്ഷത്രിയസ്യ ബലാന്വിതം വൈശ്യസ്യ ധനസംയുക്തം ശൂദ്രസ്യ തു ജുഗുപ്സിതം. ശർമ്മവത് ബ്രാഹ്മണസ്യ സ്യാത് രാജ്ഞോ രക്ഷാസമന്വിതം വൈശ്യസ്യ പുഷ്ടിസംയുക്തം ശൂദ്രസ്യ പ്രേഷ്യസംയുതം ഇതി. അതായത് നാമകരണാവസരെ ബ്രാഹ്മണസ്യ നാമ മംഗളസൂചകം സ്യാത്. നാമകരണം ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ്റെ പേര് മംഗളസൂചകമായിരിക്കണം. ആനന്ദപ്രകാശഃ, ജ്ഞാനപ്രകാശഃ ഇത്യാദീനി. ക്ഷത്രിയസ്യ ബലസൂചകം. ക്ഷത്രിയൻ്റെ പേര് എങ്ങനെയുള്ളതായിരിക്കണം? ബലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം. അജേയഃ, വിജയഃ തുടങ്ങിയവ. വൈശ്യൻ്റെ പേര് ധനത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം. ലക്ഷ്മീപ്രസാദഃ, ധനപതി തുടങ്ങിയവ. ശൂദ്രൻ്റെ പേര് സേവാവൃത്തിയെ സൂചിപ്പിക്കുന്നതായിരിക്കണം. രാമസേവകഃ, കൃഷ്ണദാസഃ തുടങ്ങിയവ. പുനശ്ച ബ്രാഹ്മണസ്യ നാംന സഹ ശർമ്മശബ്ദഃ. ബ്രാഹ്മണൻ്റെ പേരിൻ്റെ കൂടെ ശർമ്മ എന്നുള്ള ശബ്ദം. ക്ഷത്രിയൻ്റെ പേരിൻ്റെ കൂടെ രാജരക്ഷാശബ്ദ. വൈശ്യൻ്റെ പേരിൻ്റെ കൂടെ പുഷ്ടി ശബ്ദം. ശൂദ്രൻ്റെ പേരിൻ്റെ കൂടെ ദാസതയെ ബോധിപ്പിക്കുന്ന ശബ്ദം. ക്ഷത്രിയൻ്റെ പേരിൻ്റെ കൂടെ ശബ്ദം വേണം എന്നിങ്ങനെ പറയുന്നു. ബ്രാഹ്മണ ബാലകസ്യ ഉപനയന സംസ്കാരഃ ഗർഭാദഷ്ടമേ വർഷേ. ഒരു ബ്രാഹ്മണ ബാലകൻ്റെ ഉപനയനം ഗർഭം തൊട്ട് തുടങ്ങി 8ാമത്തെ വയസ്സിൽ, അതായത് ജനിച്ച 7ാമത്തെ വയസ്സിൽ വേണം. ക്ഷത്രിയൻ്റെ 11ാം വയസ്സിൽ, വൈശ്യൻ്റെ 12ാം വർഷത്തിൽ ചെയ്യണം. ഗൗണരൂപേണതു ബ്രാഹ്മണസ്യ ആഷോഡശാത് ക്ഷത്രിയസ്യ ആദ്വാവിംശാത് വൈശ്യസ്യ ആചതുർവിംശതേഃ യജ്ഞോപവീത സംസ്കാരഃ നാതിവർത്തത്തെ.
16 വർഷത്തിന് ശേഷം ബ്രാഹ്മണൻ്റെ ഉപനയനം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നു. യദി അത ഊർധ്വം സ്യാത്തർഹി, അതുപോലെ ക്ഷത്രിയൻ്റെ 22-ാം വയസ്സിന് മുകളിൽ ചെയ്യാൻ പാടില്ല. വൈശ്യൻ്റെ ആ 24 വയസ്സിന് ശേഷം ഉപനയനം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നു. യദി അത ഊർധ്വം സ്യാത്തർഹി യതി വർണ്ണാഹ ഗായത്രീജപം കർത്തും നർഹഃ. ഈ പറയുന്ന പ്രായപരിധിക്ക് ശേഷം ഉപനയനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ വയസ്സിന് ശേഷം ഇവർ ഗായത്രി ജപത്തിന് അർഹരല്ല. ആര്യാഹ തം വ്രാത്യ ഇതി കഥയന്തി, അവരെ വ്രാത്യാഹ എന്ന് വിളിക്കുന്നു. അതായത് പ്രായപരിധിക്ക് ഉപനയനം ചെയ്യാൻ ഒരു പ്രായപരിധിയുണ്ട്. ആ പ്രായപരിധി കഴിഞ്ഞിട്ടും ഉപനയനമില്ല ചെയ്യാൻ പറ്റാത്തവർക്ക് പിന്നീട് ഉപനയനം ചെയ്യാൻ അർഹതയില്ല, ഗായത്രി ജപിക്കാൻ അർഹതയില്ല. അങ്ങനെയുള്ള വിഭാഗത്തെയാണ് വ്രാത്യന്മാരെന്ന് വിളിക്കുന്നത്. അത് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ഗർഭാദഷ്ടമേബ്ദേ കുർവീത ബ്രാഹ്മണസ്യോപനായനം ഗർഭാദേകാദശേ രാജ്ഞോ ഗർഭാത്തു ദ്വാദശേ വിശഃ ആഷോഡശാത് ബ്രാഹ്മണസ്യ സാവിത്രീ നാതിവർത്തത്തെ ആദ്വാവിംശാത് ക്ഷത്രബന്ധോ രാചതുർവിംശതേർവിശഃ അത ഊർധ്വം ത്രയോപ്യേതേ യഥാകാലമസംസ്കൃതാഃ സാവിത്രീപതിതാഃ വ്രാത്യ ഭവന്ത്യാര്യ വിഗർഹിതാഃ. പുനശ്ച ബ്രഹ്മചര്യാശ്രമഗതാനാം ബ്രാഹ്മണാദീനാം വസ്ത്രാണി മൗഞ്ചി ദണ്ഡഞ്ച. ഇനി ബ്രഹ്മചര്യാശ്രമത്തിലിരിക്കുന്ന ബ്രാഹ്മണം തുടങ്ങിയവരുടെ വസ്ത്രം എങ്ങനെയാണ്, അവരുടെ ദണ്ഡം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. കാർഷ്ണരൗരവവാസ്താനി ചർമാണി ബ്രഹ്മചാരിണഃ വസീരന്നാനുപൂർവേണ ശാണക്ഷൗമവികാനി ച മൗഞ്ചി ത്രിവൃത്സമാ ശ്ലക്ഷ്ണ കാര്യ വിപ്രസ്യ മേഖല ക്ഷത്രിയസ്യ തു മൗർവീജ്യാ വൈശ്യസ്യ ശണതാന്വതി മുഞ്ചലാഭേ തു കർത്തവ്യാഃ കുശാശ്മന്തകവൽവജൈഃ ത്രിവൃതാ ഗ്രന്ഥിനൈകേന ത്രിഭിഃ പഞ്ചഭിരേവ വാ കാർപാസമുപവീതം സ്യാദ് വിപ്രസ്യോർധ്വവൃതം ത്രിവൃത് ശണസൂത്രമയം രാജ്ഞോ വൈശ്യസ്യാവികസൗത്രികം ബ്രാഹ്മണവൈല്വപാലാശൗ ക്ഷത്രയോ വാടഘാതിരൗ പൈലവൗദുംബരോ വൈശ്യോ ദണ്ഡാനർഹന്തി ധർമ്മതഃ. കേശാന്തികോ ബ്രാഹ്മണസ്യ ദണ്ഡഃ കാര്യഃ പ്രമാണതഃ ലലാടസംമിതോ യജ്ഞസ്യാത്തു നാസന്തികോ വിശഃ രജവസ്തേ തു സർവേ സ്യുരവ്രണാഃ സൗമ്യദർശനാഃ അനുദ്വേഗകരാ നൃണാം സത്വചോനഗ്നിദൂഷിതാഃ. അർത്ഥാത് ബ്രാഹ്മണബ്രഹ്മചാരിണഃ വസ്ത്രം കൃഷ്ണമൃഗചർമ്മനിർമ്മിതം. കൃഷ്ണമൃഗത്തിൻ്റെ തോലാണ് ബ്രഹ്മചാരി ധരിക്കേണ്ടത്. ക്ഷത്രിയൻ രുരുമൃഗത്തിൻ്റെ ചർമ്മം ധരിക്കണം. വൈശ്യൻ അജചർമ്മത്തിൻ കൊണ്ട് നിർമ്മിച്ച വസ്ത്രം ധരിക്കണം. ബ്രാഹ്മണൻ്റെ മൗഞ്ചി മേഖല ത്രിവൃത്സമാ സ്പർശേ സുഖകരീ ച സ്യാത്. ക്ഷത്രിയസ്യ മൗർവീരൂപ ജ്യാധനുഗുണരൂപ വൈശ്യസ്യ ശണജന്യസൂത്രമയീ മേഖല കാര്യ. മുഞ്ചാലാഭേ തു ബ്രാഹ്മണസ്യ കുശനിർമ്മിതമേഖല ക്ഷത്രിയസ്യ അശ്മാന്തനിർമ്മിത വൈശ്യസ്യ ബൽവജനിർമ്മിതാ ച കർത്തവ്യ. ബ്രാഹ്മണസ്യ യജ്ഞോപവീതം കാർപാസസൂത്രനിർമ്മിതം ദക്ഷിണാവർത്തിതം ച ക്ഷത്രിയസ്യ ശണസൂത്രമയം വൈശ്യസ്യ ച മേഷലോമനിർമ്മിതം സ്യാത്. ബ്രാഹ്മണഃ വൈല്വദണ്ഡമഥവാ പാലാശദണ്ഡം ക്ഷത്രിയബ്രഹ്മചാരി വടഘാതിരൗ വൈശ്യഃ പീലുവൃക്ഷൗദുംബരവൃക്ഷദണ്ഡൗ ച ധർമ്മതഃ ധാരയേത്. ബ്രാഹ്മണസ്യ ദണ്ഡഃ കേശാന്തികഃ ക്ഷത്രിയസ്യ ലലാട്ടസംമിതഃ വൈശ്യസ്യ നാസാന്തികഃ സ്യാത്. പുനശ്ച ഏതേ ദണ്ഡാഃ കോമളാഃ ആവ്രണാഃ സൗമ്യദർശനാഃ നൃണാമനുദ്വേഗകരാः സത്വചഃ അനഗ്നിദൂഷിതാശ്ച സ്യുഃ. ഭിക്ഷാടനനിയമഃ. ഭവത്പൂർവം ചരേദ്ഭൈക്ഷമുപനീതോ ദ്വിജോത്തമഃ ഭവന്മധ്യം തു രാജന്യോ വൈശ്യസ്തു ഭവദുത്തരം.
अर्थात् ब्राह्मणब्रह्मचारी उपनयनकाले भवत् शब्दस्य पूर्वमुच्चारणं कुर्यात्, यथा भवति भिक्षां देहि इति। क्षत्रियः मध्यकाले यथा भिक्षां भवति देहि, वैश्यः उत्तरकाले यथा भिक्षां देहि भवति इति वदेत्। ബ്രാഹ്മണ ബ്രഹ്മചാരി ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറയണം ഭിക്ഷയെ യാചിക്കുന്ന സമയത്ത്. ക്ഷത്രിയൻ ഭിക്ഷാം ഭവതി ദേഹി എന്ന് പറയണം. വൈശ്യൻ ഭിക്ഷാം ദേഹി ഭവതി എന്ന് പറയണം. ആചമനവിധി. ഹൃദ്ഗാഭി പൂയത്തെ വിപ്രഃ കണ്ഠഗാഭിസ്തു ഭൂമിപഃ വൈശ്യോദ്ഭി പാശിതാഭിസ്തു ശൂദ്ര സ്പൃഷ്ടാഭിരന്തത. അർത്ഥാത് ആചമന സമയത്തെ, ശുദ്ധം ചെയ്യുന്ന സമയത്ത്, ശുദ്ധജലം യഥാ ബ്രാഹ്മണസ്യ ഹൃദയം യാവത് ഗച്ഛതി തഥാ സ പവിത്രോ ഭവതി. ക്ഷത്രിയസ്യ കണ്ഠം യഥാ ഗച്ഛതി തഥാ സ പവിത്രോ ഭവതി. ശുദ്ധജലം ബ്രാഹ്മണൻ്റെ ഹൃദയത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പവിത്രനാകുന്നു. ക്ഷത്രിയൻ്റെ കണ്ഠത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പവിത്രനാകുന്നു. വൈശ്യൻ്റെ മുഖത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പവിത്രനാകുന്നു. ഇനി കേശാന്ത സംസ്കാരം. കേശാന്ത ഷോഡശേ വർഷേ ബ്രാഹ്മണസ്യ വിധീയത്തെ. രാജന്യവന്ധോർവംശേ വൈശ്യസ്യ ദ്വിധികേ മതഃ. അർത്ഥാത് ഷോഡശവർഷേ ബ്രാഹ്മണസ്യ, ദ്വാവിംശേ വർഷേ ക്ഷത്രിയസ്യ, വൈശ്യസ്യ ച ചതുർവിംശേ വർഷേ കേശാന്തസംസ്കാരः കരണീയः. एवं प्रकारेण ब्राह्मणक्षत्रियवैश्यवर्णीयाः ब्रह्मचारिणः ब्रह्मचर्याश्रमे गुरुकुले स्थित्वा गुरुशुश्रूषापूर्वकं मधुमांसगन्धमाल्यादिवर्जनपुरस्सरं नित्यसन्ध्योपासनारताः सन्तः विद्याभ्यासपूर्वकं जीवनं നിർവാഹയുः. അതായത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ, അതായത് ബ്രഹ്മചര്യാശ്രമത്തിലിരിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് ഗുരുശുശ്രൂഷയെ ചെയ്തുകൊണ്ട് മധുമാംസം ഗന്ധം, അതായത് ഏതൊക്കെയാണോ സുഖത്തെ തരുന്ന വസ്തുക്കൾ, ഇവയെല്ലാം അലങ്കാരങ്ങൾ, നമ്മുടെ വേഷഭൂഷങ്ങൾ, ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് നിത്യം സന്ധ്യയെ ഉപാസിച്ചുകൊണ്ട് വിദ്യയെ അഭ്യസിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്നാണ് പറയുന്നത്. ശൂദ്രാണാം കൃതേതു ആശ്രമപ്രവേശഃ നിഷേധഃ കൃതഃ. ശൂദ്രന് ആശ്രമമില്ല, ആശ്രമത്തിലേക്ക് പ്രവേശമില്ല. ആശ്രമേ ബ്രാഹ്മണാः വേദാഭ്യാസേന സഹ, അതായത് ബ്രഹ്മചര്യാശ്രമം എന്നുള്ളത് ശൂദ്രന് പറയുന്നില്ല. ആശ്രമേ ബ്രാഹ്മണാः വേദാഭ്യാസേന സഹ യജ്ഞാദീനാം അഭ്യാസം, ക്ഷത്രിയാः യുദ്ധവിദ്യാം. ആശ്രമത്തിൽ ബ്രാഹ്മണർ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ ബ്രാഹ്മണൻ വേദം അഭ്യസിക്കുന്നതിനോടുകൂടി യജ്ഞം എങ്ങനെ ചെയ്യണം എന്നുള്ള അഭ്യാസങ്ങളും, ക്ഷത്രിയർ യുദ്ധവിദ്യയെ പഠിക്കുന്നു, വൈശ്യർ വാണിജ്യവിദ്യയെ ശില്പവിദ്യയൊക്കെ പഠിക്കുന്നു. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ വർണ്ണധർമ്മം പറഞ്ഞു, ആശ്രമധർമ്മം പറഞ്ഞു, വർണ്ണാശ്രമധർമ്മം പറഞ്ഞു. അത് മുഴുവൻ പറഞ്ഞിട്ടില്ല. വർണ്ണാശ്രമധർമ്മത്തിൽ എന്താണ് പറഞ്ഞത്? ബ്രഹ്മചര്യായിരിക്കുമ്പോൾ 4 വർണ്ണങ്ങളിലുള്ളവരുടെ ധർമ്മം എന്താണെന്നാണ് പറഞ്ഞത്. ഇനി ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ ഓരോ വർണ്ണങ്ങളുടെ ധർമ്മം എന്താണ് എന്ന് പറയാൻ പോകുന്നു. അടുത്ത വീഡിയോയിൽ പറയാം. നമസ്തേ.